നമസ്കാരം. നമ്മൾ കുറച്ച് ലേറ്റായി അറിയാം, ഒത്തിരി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വേദിയിൽ ആയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹരിശ്രേഷ്ഠ സാറ്, ചേച്ചി, കൂടാതെ സാർ, അങ്ങനെ നമ്മളെ ഒട്ടനവധി നമ്മളെല്ലാം ആരാധിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, മലയാളം ഏറെ അധികം സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഫസ്റ്റ് സിനിമയാണ് കരുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആനുകാലികമായിട്ട് നടക്കുന്ന പല സംഭവങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് കരുതൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വിദേശത്തുള്ള മക്കളും അതോടൊപ്പം തന്നെ നാട്ടിൽ തനിച്ച് താമസിക്കുന്ന മാതാപിതാക്കൾക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന, അതായത് മക്കൾ കൂടെ ഇല്ലാതെ മാതാപിതാക്കൾ തന്നെ താമസിക്കുമ്പോഴും വിദേശത്ത് നിന്ന് മക്കൾ ആ മാതാപിതാക്കൾ ഓർത്ത് വേവലാതിപ്പെടുന്നതും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്നും ഒക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്ന സാറ് ജെയിംസ് സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ പറയാതെ എനിക്കറിയില്ല, വളരെയധികം സന്തോഷമുണ്ട്. എന്താണെങ്കിലും ഈ ഒരു സിനിമയുടെ തീം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കണ്ടതും കേട്ടതുമായ പല കാര്യങ്ങളും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടിയാണ്. കാരണം ഇന്ന് നമ്മുടെ തൊട്ടപ്പുറത്തെ വീടുകളിൽ, നമ്മുടെ വീടുകളിലോ ഒക്കെ നമ്മൾ അനുഭവിച്ചു പോരുന്ന പല കാര്യങ്ങളാണ് ഈ സിനിമയിൽ. ഒന്നും നമ്മൾ വേറെ ഇല്ലാത്ത സംഭവം നമ്മൾ കേട്ട് കളയാക്കി എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ് കരുതൽ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു റിലേഷൻ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അമ്മ മകൻ ബന്ധമാണെങ്കിലോ, അല്ലെങ്കിൽ ഈ അപ്പൻ മകൻ ബന്ധം, കൂടാതെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, സ്നേഹിക്കുന്ന രണ്ട് കാമുകനും കാമുകനും തമ്മിലുള്ള ബന്ധം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, ഇതിലെല്ലാം ഒരു ബേസിക് എന്ന് പറയുന്നത് കരുതലാണ്. ആ ഒരു കരുതൽ എന്നൊരു സംഭവം ഈ റിലേഷനിൽ ഇല്ലെങ്കിൽ അതൊന്നുമല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതെല്ലാം കൂടെ സൗഹൃദവും പ്രണയവും കുടുംബ കഥയും എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമ കൂടെയാണ് കരുതൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കരുതൽ എന്ന സിനിമയ്ക്ക് പേരിട്ടത് തന്നെ. എന്നാൽ ഞാൻ അത്രയും ഒത്തിരി സംസാരിക്കുന്നില്ല. സിനിമ നമ്മൾ ഡിസംബറിലേക്ക് തിയേറ്ററിൽ ഇറക്കാനുള്ള രീതിയിലാണ് കാര്യം മുമ്പോട്ട് നോക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് നമ്മളിവിടെ ഓഡിയോ ലോഞ്ച് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. 4 പാട്ടുകളാണ് നമ്മുടെ സിനിമയിലുള്ളത്. എന്താണെങ്കിൽ ആദ്യം തന്നെ ഞാൻ സ്വാഗതം ആശംസിക്കാനായിട്ട് പോകുന്ന നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായ ഹരിശ്രീ അശോക് ചേട്ടൻ, നമ്മുടെ മലയാള സിനിമാ ലോകത്തെ സീനിയർ താരം ഒരാളാണ്. നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ചത് വളരെ തിരക്കുണ്ടായിട്ടും ഹരിശ്രീ അശോക് ചേട്ടൻ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ട് ഹരിശ്രീ അശോക് ചേട്ടനെ വളരെ സ്നേഹത്തോടു കൂടി കരുതൽ ടീമിന്റെ ഇവിടെ കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ തൃക്കാക്കരയുടെ MLA ഉമ്മ ചേച്ചി വളരെ നമുക്കെല്ലാവർക്കും കേരളത്തിലുള്ള മലയാളികൾക്ക് പല വിദേശത്തുള്ളവർക്ക് എല്ലാവർക്കും വളരെ സുപരിചിതയായ ഒരു MLA ആണ്. ഇവിടെയുള്ള ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് അവരുടെ കാര്യങ്ങൾക്കെല്ലാം വേണ്ട സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തും എല്ലാം ചെയ്തുകൊണ്ടും വളരെ കുറച്ച് നാളുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ പ്രിയങ്കരയുമായ ഉമ്മ ചേച്ചിയെ വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ അടുത്ത വിശിഷ്ടതയോടെ എത്തിയിരിക്കുന്ന നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മലയാളികൾക്ക് സുപരിചിതനാണ് അദ്ദേഹം. ഒത്തിരി അധികം നല്ല ഒരുപിടി സിനിമാ ഗാനങ്ങളെല്ലാം ചെയ്ത മ്യൂസിക് ഡയറക്ടർ പേടി സാറാണ്. പേടി സാറിനെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ മലയാളികൾക്കും പ്രത്യേകിച്ചും ഡിവോഷണൽ രംഗത്തും കൂടാതെ എല്ലാ മലയാളികൾക്കും ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ഗായകൻ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ കസ്റ്റർ സാറിനെ ഈ ഒരു നമ്മുടെ സിനിമയിൽ ഒരു നല്ലൊരു ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. സാറിനെ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ബാക്കി 2-3 പാട്ടുകാരുണ്ട്. ഒന്ന് പ്രദീപ് പള്ളുരുത്തി ചേട്ടൻ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസിദ്ധ ചാലക്കുടി ചേച്ചി ഓൺ ദ വേയാണ്, ട്രാഫിക്കിലത് നിൽക്കുകയാണ്, ഉടനെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ബിന്ദുജ എന്ന് പറയുന്നത് ബിന്ദുജ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡറാണ്. ഈ സിനിമയിൽ പാട്ട് പാടിക്കൊണ്ട് ബിന്ദുജ മലയാള സിനിമ ലോകത്ത് പിന്നണി ഗായികയായിട്ട് തുടക്കം പിടിക്കുകയാണ്. ബിന്ദുജ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ നിരവധി, എനിക്ക് തോന്നുന്നു ഒത്തിരി അധികം ഗാനങ്ങൾക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്ന നമ്മുടെ ജോൺസൺ മങ്ങേട സാറാണ്. എനിക്ക് 600-700 ഗാനങ്ങൾക്ക് സാറ് സംഗീതം നൽകിയിട്ടുണ്ട്. സാറിനെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ സിനിമയുടെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്ന 2 ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ. കൂടാതെ അദ്ദേഹം ഒട്ടനവധി ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. ഷൈജു കേരളത്തല ചേട്ടനെ വളരെ ആത്മാർത്ഥമായിട്ട്
സ്വാഗതം ചെയ്യുന്നത്. ഷൈശേട്ടനാണ് ഇവിടെ പ്രോഗ്രാം നമുക്കിവിടെ അറേഞ്ച് ചെയ്യുന്നതും കൂടാതെ ഗസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ എത്തിച്ചതും ഷൈശേട്ടനെ വളരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ സിനിമയുടെ ഞങ്ങളുടെ കരുതൽ ടീമിൻ്റെ ഒരു എഴുത്തോണായിട്ട് ഇന്ന് ഞങ്ങളുടെ സിനിമയുടെ ക്യാമറമാനും സ്ക്രിപ്റ്റ് റൈറ്ററുമായ സാബു ജെയിംസ് സാറാണ്. സാബു സാറ് എല്ലാവർക്കും അറിയാം, മലയാള സിനിമകൾ എല്ലാവർക്കും ഇന്ത്യൻ സിനിമകൾ പലർക്കും അറിയാവുന്ന വ്യക്തിയാണ്. സാറ് നിരവധി തെലുങ്ക് സിനിമകളിൽ സാറ് ക്യാമറ ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ സാറ് സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, ക്യാമറ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ നമുക്ക് സ്ക്രിപ്റ്റും സാറ് നമ്മുടെ ഒപ്പം കൈകാര്യം ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ് ക്യാമറയും സാബു ജെയിംസ് സാറിനെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഈ സിനിമയിൽ ഒരു റാപ്പ് സോങ് പാടിയിരിക്കുന്നത് നമ്മൾ മലയാള സിനിമാ ലോകത്തേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പുതിയൊരു ഗായകനെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വന്ന് വളരെ ഔപചാരികമായിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരാളാണ് സ്മിസ് ചേട്ടൻ. തിരുവനന്തപുരത്ത് നിന്ന് ഈ ഒരു സിനിമയിൽ റാപ്പ് സോങ് ചേട്ടൻ പാടിയിട്ടുണ്ട്. ആ പാട്ട് എഴുതിയതും പാടുന്നതൊക്കെ ചേട്ടനെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ സിനിമയിലെ നായിക പ്രശാന്ത് മുരളിയും ഐശ്വര്യ നഗറും. പ്രശാന്ത് ചേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൊടൈക്കനാലൊക്കെ ആയിരുന്നു, സിനിമയുടെ ഷൂട്ടിങ്ങിലൊക്കെ ആയിരുന്നു. വലിയൊരു സംശയമായിരുന്നു. പക്ഷേ ചേട്ടൻ ഇന്നലെ കാര്യമായിട്ട് തന്നെ പറഞ്ഞപ്പോൾ ചേട്ടൻ എങ്ങനെയെങ്കിലും എത്താമെന്ന് നമ്മളോട് പറഞ്ഞു. കറക്റ്റ് സമയത്ത് തന്നെ പ്രശാന്തിനോട് എത്തി. പ്രശാന്ത് ചേട്ടനെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സിനിമയിലെ നായിക ഐശ്വര്യ ഡൽഹി ബേസ്ഡിലാണ്. ഐശ്വര്യ മൂന്നാമത്തെ സിനിമയാണിത്, നായികയായിട്ട് ആദ്യത്തെ സിനിമ. ഐശ്വര്യനെയും വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇനി ആർക്ക് ഞാൻ സാറും എല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ വന്ന എല്ലാവർക്കും, മീഡിയക്കാർക്കും, ഞങ്ങളുടെ PR ദിനേശ് ചേട്ടൻ, മനു, എല്ലാവരും ഉണ്ട്, പൈലറ്റ് ചേട്ടൻ, ശ്രീപൻ ചേട്ടൻ, എല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.